ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് MCO 2-1 എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ യൂണിറ്റ് 3 ആണ്, ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ്. അതിൽ വാരിയബിൾസും കോൺസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. വാരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിയബിൾസ് ആർ ദ ടേംസ് വിച്ച് ക്യാൻ ചേഞ്ച് എ വാരി ഓവർ ടൈം. ഓരോരോ സമയം കഴിയുമ്പോഴും ഓരോരോ അടുത്തടുത്ത സ്റ്റെപ്സിലോട്ട് പോകുന്ന സമയത്തും വാരിയബിൾസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കോൺസ്റ്റൻറ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റൻ്റ് എന്നുള്ള ആ ഒരു വേർഡിൻ്റെ മീനിങ് തന്നെ ഫിക്സഡ് വാല്യൂ എന്നുള്ളതാണല്ലോ. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് വാല്യൂ തന്നെയാണ്, വിച്ച് യൂസ്ഡ് ഇൻ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷൻസിലും എക്സ്പ്രഷൻസിലൊക്കെ ആൾജിബ്രായിക് എക്സ്പ്രഷനിലും ഇക്വേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സഡ് വാല്യൂ ആണ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വാരിയബിൾസിൻ്റെ കേസിൽ ഇറ്റ് ഡസിൻ റിമൈൻ കോൺസ്റ്റൻറ്റ് അൺലൈക്ക് കോൺസ്റ്റൻറ്റ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യൂല എന്നുള്ളതാണ് വാരിയബിൾസിൻ്റെത്. കോൺസ്റ്റൻസിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് ഡസ് നോട്ട് ചേഞ്ചർ ഓവർ ടൈം ആൻഡ് ഹാസ് എ ഫിക്സഡ് വാല്യൂ. ഓരോരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും എന്താണ്, ഫിക്സഡ് വാല്യൂ ആയിട്ട് തന്നെ നിൽക്കും. ആ ഒരു ഇത് ചേഞ്ച് ആവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു പറഞ്ഞിട്ടുള്ള ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x+y=7. ഇതിൽ 7 എന്നുള്ളത് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. എക്സ് ആൻഡ് വൈ ആർ ദ വാരിയബിൾ ആൻഡ് ക്യാൻ ബി ചേഞ്ച്ഡ്. എക്സും വൈയും നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. അതാണ് വാരിയബിൾസ് ആയിട്ടുള്ളത്, എക്സും വൈയും. ഇൻ ആൾജിബ്രായിക് എക്സ്പ്രഷൻ x+y=7. 7 ഈസ് ദ കോൺസ്റ്റൻറ്റ് വാല്യൂ, ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഇപ്പോൾ 7 കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്, അപ്പോൾ അതുകൊണ്ട് 7 ചേഞ്ച് ആവില്ല. വാരിയബിൾസ് ആർ അൺനോൺ വാല്യൂസ്. വാരിയബിൾസ് എപ്പോഴും അൺനോൺ ആയിട്ടുള്ള വാല്യൂസാണ്. അതുകൊണ്ട് അൺനോൺ വാല്യൂസിനാണ് വാരിയബിൾസ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന, അതായത് വിസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. ഇവിടെ 7 വിസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റൻസ് ആർ നോൺ വാല്യൂസ്. ദീസ് ആർ റിട്ടൺ ഇൻ ലെറ്റേഴ്സ് ഓർ സിംബൽസ്. ഇപ്പോൾ ഈ വാരിയബിൾസ് റിട്ടൺ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ ലെറ്റേഴ്സിലായിരിക്കും അല്ലെങ്കിൽ സിംബൽസിലായിരിക്കും. x+y അങ്ങനെയുള്ള ലെറ്റേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സിംബൽ കൊടുത്തിട്ടായിരിക്കും വാരിയബിൾസ് റിട്ടൺ ആയിട്ടുണ്ടാവുക. നമ്മളുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ എപ്പോഴും റിട്ടൺ ഇൻ നമ്പേഴ്സിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഡെറിവേറ്റീവ്സും പാർഷ്യൽ ഡെറിവേറ്റീവ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് വെൻ ദ ഫങ്ഷൻ ഹാസ് ഓൺലി വൺ വാരിയബിൾ. ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഫങ്ഷന് ഒരു വാല്യൂ ഉള്ള സമയത്ത്, ഒരു വാരിയബിൾ ഉള്ള സമയത്താണ്. അതായത് വാരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, അതൊരു അൺനോൺ ആയിട്ടുള്ള ലെറ്റേഴ്സോ സിംബൽസോ ആയിരിക്കും. അതേപോലെ തന്നെ അതൊരു അറിയാത്തൊരു വാല്യൂ ആയിരിക്കും, കറക്റ്റായിട്ടുള്ള ഒരു അൺനോൺ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാരിയബിൾ യൂസ് ചെയ്തിട്ടുള്ള ഫങ്ഷനെ യൂസ് ചെയ്തിട്ടുള്ളതിനെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ ഫങ്ഷൻ ഹാസ് യൂസ് ടു ഓർ മോർ വാരിയബിൾ. ഈ ഒന്നിൽ കൂടുതൽ വാരിയബിൾ യൂസ് ചെയ്യുന്നതിനാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഒരു വാരിയബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേറൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെഡ്, അവിടെ യൂസ് ചെയ്തിട്ടുള്ളതും ഇതേപോലെ തന്നെ ഓരോ വാരിയബിളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സിംഗിൾ വാരിയബിൾ ആയിട്ടുള്ള വൺ വാരിയബിൾ ആണ്. ഇതാണ് എക്സാമ്പിളായിട്ട് വരിക. പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ f(x,y,z) 3 വാരിയബിളും കൂടെ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ എക്സാമ്പിൾ അതാണ്. ഇൻ ദ എബവ് എക്സാമ്പിൾസ് എക്സ് ആൻഡ് സെഡ് ആർ വാരിയബിൾ. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ എക്സും സെഡും ആണ് വാരിയബിൾസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇൻ ദി എബവ് എക്സാമ്പിൾ x,y,z ആർ ദ വാരിയബിൾ. 3ഉം ഒന്നിലാണ് വാരിയബിൾസ് ആയിട്ട് വന്നിട്ടുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ. ഡെറിവേറ്റീവ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഡി. ഡെറിവേറ്റീവ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി ആണ്. അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു സിഗ്നേച്ചറാണ് കേട്ടോ.
ഈ ഒരു സിഗ്നേച്ചർ. ഡെറിവേറ്റീവ്സ് ഡി ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് റിഗ്രഷൻ അനാലിസിസ് എന്താണെന്നുള്ളതാണ്. റിഗ്രഷൻ അനാലിസിസ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൻ്റെ സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസ്. It can be utilized to assess the strength of the relationship between variables and for modeling the future relationship between them. ഈ ഒരു റിഗ്രഷൻ അനാലിസിസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രെങ്ത് ആണെന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഈ ഒരു വാരിയബിൾസ് തമ്മിലുള്ള ഫ്യൂച്ചർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് നമുക്കൊരു രണ്ട് വാരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വാല്യൂ കിട്ടും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു റിഗ്രഷൻ അനാലിസിസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. റിഗ്രഷൻ അനാലിസിസ് ഇൻക്ലൂഡ് സെവറൽ വേരിയേഷൻസ് സച്ച് ലീനിയർ, മൾട്ടിപ്പിൾ ലീനിയർ, നോൺ ലീനിയർ. അങ്ങനെയുള്ള നമ്മൾ ഗ്രാഫുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സെവറൽ വേരിയേഷൻസ് വരുന്നത്. നോൺ ലീനിയറും ലീനിയറും മൾട്ടിപ്പിൾ ലീനിയറും ആയിട്ടുള്ള അനാലിസിസ് റിഗ്രഷൻ അനാലിസിസിൽ ഇൻക്ലൂഡഡ് ആണ്. മോസ്റ്റ് കോമൺ മോഡൽസ് ആർ സിമ്പിൾ ലീനിയർ ആൻഡ് മൾട്ടിപ്പിൾ ലീനിയർ. സിമ്പിൾ ലീനിയറും മൾട്ടിപ്പിൾ ലീനിയറും ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മോഡൽസ് വരുന്നത്. നോൺ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ കോംപ്ലിക്കേറ്റഡ് ഡാറ്റ sets in which dependent and independent variables show non-linear relationship. ഇപ്പം നമ്മൾ പറഞ്ഞു കോമൺലി യൂസ് ചെയ്യുന്നത് സിമ്പിൾ ലീനിയറും മൾട്ടിപ്പിൾ ലീനിയറും ആണ്, അതായത് ഈ ലീനിയറും ഈ ലീനിയറും. നോൺ ലീനിയർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, നമുക്ക് കോമൺ മോഡൽസ് അല്ല എങ്കിലും ഈ നോൺ ലീനിയർ വരുന്ന സമയത്ത് നോൺ ലീനിയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റിലാണ്. അതേതാണ് ആ ഡാറ്റാ സെറ്റ്? ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് നോൺ ലീനിയർ ഡാറ്റയിൽ കൊടുക്കുക. പിന്നെ റിഗ്രഷൻ അനാലിസിസ് offers numerous application in various disciplines include finance. റിഗ്രഷൻ അനാലിസിസ് ഫിനാൻസ് ഇങ്ങനെയുള്ള ഡിസിപ്ലിൻസിലൊക്കെ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ റിഗ്രഷൻ അനാലിസിസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, what are the basic techniques involved decision making especially while handling risk? അപ്പോൾ റിസ്ക്, അതായത് നമ്മളൊരു റിസ്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ഒത്തിരി റിസ്ക് ഉണ്ട്. അൺസർട്ടനിറ്റി ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. സോ ദർ ആർ മെനി വേസ് ടു ഹാൻഡ്ലിങ് അൺനോൺ ടു മേക്കിംഗ് എ ഡിസിഷൻ. ഇപ്പോൾ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് ഒത്തിരി ഹാൻഡിൽ ചെയ്യാനുള്ള ഒത്തിരി വേസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ്, ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് താഴെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് പ്രസൻറ്റേഷനായിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയണത് കേട്ടോ. അപ്പോൾ ഡിസിഷൻ മേക്കിന് വേണ്ടിയിട്ട് അൺസർട്ടനിറ്റിയും റിസ്ക്കും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ ഇൻവോൾവ് സം ലെവൽ ഓഫ് ചാൻസ് ഇൻ പ്രോബബിലിറ്റി. നമ്മൾ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി ആണ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ പ്രോബബിലിറ്റി നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഓഫ് ബിസിനസ്, എക്കണോമിക്സ് ആൻഡ് പേഴ്സണൽ ലൈഫ്. ഈ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലും എക്കണോമിക്സിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
സോ ടെക്നിക്ക് 1 ആണ് സിംഗിൾ പോയിന്റ് എസ്റ്റിമേറ്റ്സ്. സിംഗിൾ പോയിന്റ് എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസസ് വൺ വാല്യൂ ആവറേജ് ഓർ എസ്റ്റിമേറ്റ് ഫോർ ഈച്ച് അൺനോൺ. അതായത് നമ്മളൊരു പോയിന്റ് എടുക്കുന്ന സമയത്ത് ആ കൃത്യമായിട്ടുള്ളൊരു സിംഗിൾ പോയിന്റ് എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ അസ്യൂം ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് 10,000 വിത്തൗട്ട് കൺസിഡറിങ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്സും ഡൗൺസും ഒന്നും കൺസിഡർ ചെയ്യാതെ ആ ഒരു മന്ത് 10,000 നമ്മൾ പ്രോഫിറ്റ് അസ്യൂം ചെയ്യുക. അത് കറക്റ്റായിട്ടുള്ളൊരു സിംഗിൾ പോയിന്റിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പം അത് നമുക്ക് അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള ബെനിഫിറ്റ് സിമ്പിളാണ്. ഈ ഒരു ടെക്നിക്ക് ഈസിയാണ് യൂസ് ചെയ്യാൻ. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്തിട്ടുള്ള അസ്യൂംഡ് പ്രോഫിറ്റ് പ്രോബബ്ലി നമുക്ക് എപ്പോഴും അക്യുറേറ്റ് ആവണമെന്നില്ല. അതിൽ കൂടുതലോ കുറയുകയോ ചെയ്യാം. അപ്പോൾ പക്ഷേ നമുക്ക് വേരിയേഷൻസ് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റൂല. ഇത് മാക്സിമം നമുക്ക് ഇപ്പോൾ ആ ഒരു മന്തിൽ നമുക്ക് എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ വേരിയേഷൻസും റിസ്ക്കൊക്കെ ഇഗ്നോർ ചെയ്യാണ് ഈ ഒരു ടെക്നിക്കിൽ ചെയ്യുന്നത്. ഇനി ടെക്നിക്ക് 2 ആണ് സിനാരിയോ അനാലിസിസ്. സിനാരിയോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്ക് അറ്റ് ഡിഫറെൻറ്റ് പോസിബിൾ ഔട്ട്കംസ്. അതിൽ നമുക്ക് മറ്റേതിലൊരു സിംഗിൾ പോയിന്റ് ആണ്. ഇതിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കേസസ് ഏതൊക്കെയാണ്, വേഴ്സ്റ്റ് ആയിട്ടുള്ള കേസസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ആൻഡ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്, അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്കംസ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് മേ ബി ഇപ്പോൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 5,000. ഇനി നമുക്ക് കുഴപ്പമില്ലാത്ത ആവറേജ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 10,000. നല്ല കേസ് ബെസ്റ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ 15,000, 50,000. അപ്പോൾ ഈ ഒരു രീതിയിൽ 3-4 സിനാരിയോസ് എടുക്കുക. അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് നമുക്ക് ബോത്ത് റിസ്ക് ഉണ്ടാവുന്ന സമയത്തും അൺസർട്ടനിറ്റി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വേഴ്സ്റ്റ് ആയിട്ടുള്ള റിസ്ക് കൂടുതലുള്ള സമയത്ത് വേഴ്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ അസൈൻ പ്രോബബിലിറ്റീസ് ടു ഈച്ച് ഔട്ട്കം. അപ്പോൾ ഓരോരോ ഔട്ട്കമ്മിനും ഓരോരോ പ്രോബബിലിറ്റീസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tells how much we need to sell to cover all costs, no profit no loss. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. പ്രോഫിറ്റും ലോസും കൂടെ ഒരുമിച്ച് പോയിൻ്റ് ചെയ്യുന്ന, അതായത് പ്രോഫിറ്റും ലോസും കൂടെ ഒരുമിച്ച് പോയിൻ്റ് ചെയ്യുന്ന പോയിൻറ്റിനാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റും ലോസും ഇല്ലാതെ എല്ലാ കോസ്റ്റിനെയും കവർ ചെയ്യുന്ന രീതിയിൽ പ്രോഫിറ്റ് കിട്ടുക, നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് 100 ആണ്, പക്ഷേ നമ്മൾ കോസ്റ്റ് വരുന്നത് 80 ആണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ ഇതിൽ വരുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റ് ഇസിക്കൽ ടു സെയിൽസ് ഇസിക്കൽ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 20 റുപ്പീസ് ചിലപ്പോൾ ബാക്കിയുള്ള എക്സ്പെൻസിനായിരിക്കും വരുന്നുണ്ടാവുക. ടോട്ടൽ ഇപ്പോൾ 20 റുപ്പീസ് നമ്മളെ ടൈം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഈ 20 റുപ്പീസ് പോവുക. അപ്പോൾ യൂസ്ഡ് ഫോർ മെഷറിങ് അൺസർട്ടനിറ്റി. അപ്പോൾ അത് നമുക്ക് അൺസർട്ടനിറ്റി മെഷർ ചെയ്യാനും പിന്നെ സേഫ് സോണിൽ നമ്മൾ കീപ്പ് ചെയ്യാനും, നമുക്ക് നഷ്ടം വരാതെ നമ്മൾ സേഫ് സോണിൽ കീപ്പ് ചെയ്യാനായിട്ടും ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്സ് ഹൗ ഔട്ട്പുട്ട് ചേഞ്ചസ് വെൻ വൺ ഇൻപുട്ട് ഈസ് ചേഞ്ച്ഡ്. അതായത് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്താൽ നമ്മൾ ഇൻപുട്ട് ചേഞ്ച് ആവുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. സെൻസിറ്റിവിറ്റി ചെക്ക് അനാലിസിസ് ആണ്. ഇപ്പോൾ പ്രോഫിറ്റോ കോസ്റ്റോ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ടിൽ ചേഞ്ച് ആവുമോ എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പ്രൈസ് 1 രൂപ നമ്മൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ നമ്മൾ പ്രോഫിറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരും, അങ്ങനെയുള്ള അനാലിസിസിനാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഐഡൻറ്റിഫൈസ് ക്രിട്ടിക്കൽ വാരിയബിൾസ്, ക്രിട്ടിക്കലായിട്ടുള്ള വാരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ എന്താണ് മാറ്റർ ചെയ്യുന്നത്, കോസ്റ്റ് ആണോ
പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണോ, എന്താണ് അവർ മോസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള അറിയാനായിട്ട് ഈ ഒരു ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ 5ാമത്തെ ടെക്നിക്കാണ് ഡിസിഷൻ ട്രീസ്. ഡിസിഷൻ ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്രാം ഷോയിങ് ഡിഫറെൻറ്റ് ചോയ്സസ് ആൻഡ് ദെയർ പോസിബിൾ റിസൾട്ട്. അതായത് ട്രീസാണ്. ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു ഡയഗ്രാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഷോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂസ്ഡ് വെൻ ഡിസിഷൻ ആർ മെയ്ഡ് ഇൻ സ്റ്റെപ്പ് ഓവർ ടൈം. അതായത് കുറേ സമയം നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെന്തിനൊക്കെയാണ്, നമുക്ക് എല്ലാ പാത്തും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ടൈം ഉള്ളത് കൊണ്ട് തന്നെ. പ്രോബബിലിറ്റീസ് അസൈൻഡ് ടു ഔട്ട്കംസ്. ഈ ഒത്തിരി പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഔട്ട്കംസ് എങ്ങനെയാണ് വരിക എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി അറിയാൻ പറ്റും. ടു ഹെൽപ്പ് ചൂസ് ദ ബെസ്റ്റ് റൂട്ട്. കുറേ ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോയ്സസ് ഉണ്ടാകും. അപ്പോൾ ഏത് റൂട്ടാണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. ഇനി ലാസ്റ്റത്തെ ടെക്നിക്കാണ് മോണ്ടെ കാർലോ സിമുലേഷൻ. ഈ ഒരു ടെക്നിക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് മെത്തേഡാണ്. റൺസ് എ മോഡൽ തൗസൻഡ്സ് ഓഫ് ടൈം വിത്ത് റാൻഡം വാല്യൂസ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ റാൻഡം വാല്യൂസ്, അതായത് നമുക്കുള്ള പോസിബിലിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ ഇതിലെടുക്കുക, സിറ്റുവേഷൻസിലെടുത്തിട്ട് നമുക്കത് റൺ ചെയ്യുക. അപ്പോൾ റാൻഡം ആയിട്ടുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമുലേറ്റ്സ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ബൈ വാരിയിങ് പ്രൈസസ് കോസ്റ്റ് ഡിമാൻഡ്. അതായത് പ്രോഫിറ്റിനെ വാരി ചെയ്യാൻ പ്രൈസിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് റൺ ചെയ്യുക. അപ്പോൾ 1000 ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. അതൊന്നും ചൂസ് ചെയ്യുക. അതേപോലെ കോസ്റ്റ് ഡിമാൻഡ്, അങ്ങനെ നമുക്ക് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതാണ് മോണ്ടെ കാർലോ സിമുലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക റേഞ്ച് ഓഫ് ഔട്ട്കംസ്, ഒത്തിരി റേഞ്ച് ഓഫ് ഔട്ട്കംസ് വരും. പ്രൊവൈഡ് പ്രോബബിലിറ്റീസ് ഫോർ ഡിഫറെൻറ്റ് റിസൾട്ട്. വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടിൽ നമുക്ക് പ്രോബബിലിറ്റീസ് കാണാനായിട്ട് പറ്റും. ഇനി കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് നീഡ് സ്ട്രക്ചേർഡ് തിങ്കിങ്. നമുക്ക് റിസ്കിൻ്റെ കീഴിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ടുള്ള തിങ്കിങ് വേണം. അപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സൊക്കെ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ റൈറ്റ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ.